പെരുന്നാളിന് രാവിലെ തന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് പെരുന്നാൾ നിസ്കാരത്തിനായി പള്ളിയിൽ പോയി. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ഈ പെരുന്നാളിന് മാമന്റെ വീട്ടിലായിരുന്നു ഫുഡൊക്കെ ഉണ്ടാക്കിയത്. നമ്മൾ റിലേറ്റീവ്സ് എല്ലാം മാമന്റെ വീട്ടിലായിരുന്നു ഫുഡ് കഴിക്കാൻ വരും. അങ്ങനെ പുട്ടും ബീഫ് കറിയുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. എല്ലാ ഈദിനും പുട്ടും ബീഫ് കറിയുമാണ് വീട്ടിലുണ്ടാക്കാറ്. പുട്ടും ബീഫ് കറിയും രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. കൂടെ ഒരു ഗ്ലാസ് പാൽ ചായ കൂടെ ഉണ്ടെങ്കിൽ സംഭവം സെറ്റാണ്. 2 വാട്ടർ ബലൂണും പിടിച്ച് നമ്മളെ അച്ഛനും എല്ലായിടത്തും ഓടി നടക്കാണ്. അതിനാ കുളിക്കാനോ? പെരുന്നാളിന് സ്പെഷ്യലായി ഇളനീർ പായസം ഉണ്ടാക്കിയിരുന്നു. ഇളനീർ പായസം ഞാൻ ഫസ്റ്റ് ടൈമാണ് കുടിക്കുന്നത്. സംഭവം മസ്റ്റ് ട്രൈ. നമ്മൾ ഇന്നലെ വാങ്ങിച്ച പടക്കം കുറച്ചുകൂടി ഇവിടെ ബാക്കിയുണ്ട്. പെരുന്നാളിന് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ്. ഫുഡ് ഓർഡർ കൊടുത്തിരുന്നു. ബീഫ് ബിരിയാണിയാണ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത്. ബീഫ് ബിരിയാണി കൊണ്ടുവന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർ കഴിക്കാൻ തുടങ്ങി. ഊഞ്ഞാലിലിരുന്ന് ഈ ഫുഡ് കഴിക്കുന്ന ആളാണ് നിഹാൽ. ഇതാണ് യഹിയ, ഇത് നബ്ഹാന്, ഇത് റിച്ചു. പുറത്ത് നല്ല ചൂടെടുത്തപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണി, ചിക്കൻ ഫ്രൈ, ബീഫ് വരട്ടിയത്, നാരങ്ങ അച്ചാറ്, പൊടിച്ചമ്മന്തി, തൈര്, പപ്പടം. ഫുഡ് കഴിച്ച് ക്ഷീണത്തിൽ കിടക്കുന്ന നിഹാല് ഫുഡൊക്കെ കഴിച്ച് റൂമിൽ AC ഇട്ട് പെരുന്നാളിന് എവിടെ പോകണമെന്നുള്ള തിരക്കുള്ള ഡിസ്കഷനിലാണ് എല്ലാവരും റൂമിൽ. കാറിൽ നമ്മൾ 7 ആൾക്കാർക്ക് മാത്രമേ എവിടേക്കാണെങ്കിലും പോകാൻ. എന്നാൽ ഇവര് 7 ആളുകളുണ്ട്. ബാക്കിയുള്ള ഇവർക്ക് നമ്മളെ കൂടെ വരാൻ പറ്റില്ല എന്നുള്ള വിഷമത്തിലാണ് ഇവര്. കൊണ്ടുപോകാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ബട്ട് കാറിൽ സ്പേസ് ഇല്ല. ഇവരിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നിഹാലാണെങ്കിൽ കൂടെ വരാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന ഇവരെ വീണ്ടും ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് ഇവർക്ക് ടാറ്റ കൊടുത്തു വീണ്ടും വീണ്ടും ഇവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ പോയത് കാലിക്കറ്റ് ബീച്ചിലേക്കാണ്. കുറച്ചു നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഫുഡ് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാനോ അല്ലെങ്കിൽ ചൂടെടുത്ത് കുളിക്കാനോ ആയിട്ട് ഒരു നായ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നത് കണ്ടു. ബീച്ചിൽ വന്നപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സെൽഫി സ്റ്റിക്ക് മോഡലുള്ള ഒരു സംഭവം കണ്ടു. ഒരു പുതിയ ബിസിനസ് ആണിത്. ഇതിന്റെ സെന്ററിൽ കയറി നിന്ന ഒരു 360 ഡിഗ്രിയിലുള്ള വീഡിയോ നമുക്ക് അവരെടുത്തു തരും. വീഡിയോ എടുക്കാൻ ആളുകൾ കയറുന്നത് കണ്ടു. പിന്നെ നമ്മൾ ഉപ്പിലിട്ട കുറച്ച് ഐറ്റംസ് ഒക്കെ കഴിച്ച് ഐശ്വര്യയും വാങ്ങിച്ചു. അവിടുന്ന് നമ്മൾ ഹൈലൈറ്റ് മാളിലും പോയിരുന്നു. ദാഹിച്ചപ്പോൾ ഒരു ഗ്രേപ്പ് ജ്യൂസ് വാങ്ങിച്ചു. പിന്നെ നമ്മൾ രാത്രി ഫുഡ് കഴിക്കാൻ ഹോട്ടൽ തപ്പി ഒരുപാട് നടന്നു. ഹോട്ടലിൽ കയറിയപ്പോൾ 1.5-2 മണിക്കൂർ വെയിറ്റിംഗ് ആണ് ഫുഡ് കിട്ടാൻ. അങ്ങനെ ലാസ്റ്റ് ഒരു ഹോട്ടലിൽ കയറി നമ്മൾ ഫുഡ് കഴിച്ചു. പൊറോട്ടയും ചില്ലി ചിക്കനുമാണ് നമ്മൾ വാങ്ങിച്ചത്. നല്ല സോഫ്റ്റ് പൊറോട്ട, ചില്ലി ചിക്കൻ കറിയും ടേസ്റ്റ് ഉണ്ടായിരുന്നു.